തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത്തരം പ്രശ്നങ്ങളുമുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഇത്തരം ആക്രമണം ഉണ്ടായാൽ അത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന സൂചനകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി കാര്യങ്ങൾ സ്ഥിതിഗതികൾ മോശമാക്കും. ഏതായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. വിസ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായിയുടെ വസതിയിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ഈ റെയ്ഡിന്റെ ഒരു ഫലം? എന്തെങ്കിലും രേഖകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നും ലഭിച്ചില്ല എന്ന ഉറപ്പാണോ? അങ്ങനെ ഒരു രേഖയാണോ ഇവർ എഴുതി കൊടുത്തുന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും പ്രവർത്തകരുടെ രോഷം അക്രമത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ് പ്രവർത്തകർ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ പോലും അതൊരു അനൌചിത്വ നടപടിയായി പൊതുവിൽ വിലയിരുത്തപ്പെടും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സ്വാഭാവികമായും പരിശോധനയ്ക്ക് എല്ലാ അനുമതിയും ഒരു തടസ്സവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ ശേഷം അവർ ഈ പരിശോധനയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ ഉണ്ടായ ഈ അക്രമം തീർച്ചയായും വളരെ ഗൌരവത്തോടു കൂടി തന്നെ ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടും. ബംഗാളിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രതിഷേധം നേരത്തെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഇത് ആദ്യമാണ്. ഇത്തരത്തിലൊരു ഇത്രയും മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇത്രയധികം മണിക്കൂറുകൾ വീടിനുള്ളിൽ തടഞ്ഞു വെക്കുന്നതും കേരളത്തിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം തന്നെയാകാം ഒരുപക്ഷെ ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രവർത്തകരുടെ രോഷത്തിലേക്ക് പോയത്. ഉച്ചയ്ക്ക് തന്നെ ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എടുത്തുമ്പോൾ ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായതാണ്. അത് പിന്നീട് നേതാക്കൾ ഇടപെട്ട് അവസാനിപ്പിച്ചു. വലിയ കാര്യമായ പ്രശ്നമുണ്ടാകാതെ മുന്നോട്ട് പോയി. അതിനുശേഷമാണ് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുമ്പോൾ ഈ ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്തായാലും ഇ ഡി ശേഖരിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അരുൺ, പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ പോകുന്നതിന് പിന്നാലെ തന്നെ പിണറായി വിജയൻ പുറത്തേക്ക് വന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കണ്ടതും. പിണറായി കൂടുതലൊന്നും പറയുകയും ചെയ്തില്ല. വരുന്ന രീതിയിൽ കാണാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ്, ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അത് ഇത് ഞങ്ങളെ തളർത്താൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ പ്രവർത്തകർ വീണ്ടും ഒപ്പമുണ്ട് എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ പോലും ആ സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ നോക്കിക്കാണും. ശരി, എന്തായാലും നമ്മൾ കണ്ടതാണ് രാവിലെ 7 മണിക്ക് തുടങ്ങിയ സെർച്ചാണ്. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ വെച്ചാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ സോഴ്സ് എത്തിയത്. പക്ഷേ കണ്ണൂരും കോഴിക്കോടും ഒന്നും രേഖകൾ കിട്ടിയില്ല എന്ന അഭിഭാഷകൻ വ്യക്തമാക്കുമ്പോൾ പോലും ഇവിടെ എന്തെങ്കിലും രേഖകൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് അവരാണ് വ്യക്തമാക്കേണ്ടതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇ ഡി ഉദ്യോഗസ്ഥർ തിരച്ചിൽ കഴിഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. അവിടെ നിന്നുകൊണ്ട് പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. തടയാം, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടും ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ട് തന്നെയാണല്ലോ അത് പുറത്തേക്ക് പോകുക. പക്ഷേ പോലീസിന്റെ കൺട്രോളിൽ നിന്ന് പോലും കാര്യങ്ങൾ മാറിക്കൊണ്ട് പ്രവർത്തകർ ഒത്തുകൂടുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ തുടങ്ങിയ പ്രതിഷേധം, തെറിവിളി, കൂകിവിളി ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പിണറായി വിജയന്റെ വസതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഉടനടി തന്നെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. പ്രവർത്തകർ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ മുറവിളി കൂട്ടുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ കയ്യിൽ നിന്നും ആകെ മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചയുണ്ടായത്. പ്രവർത്തകർ കാറിന് നേരെ വന്ന് സഭ്യവർഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കയ്യിൽ കിട്ടിയതെല്ലാം, വടികളായിക്കോട്ടെ, ചെരുപ്പ്, കുപ്പികൾ ഉൾപ്പെടെ എടുത്ത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ എറിഞ്ഞു. ചില്ല് പൊട്ടിച്ചു. ആദ്യത്തെ വാഹനത്തിന്റെ പുറകിലത്തെ ചില്ല് പൂർണ്ണമായും നശിച്ചു. മുന്നിലെ ചില്ലും തകർത്തു പോകുന്ന കാഴ്ച. എന്നിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ വാഹനവുമായി മുന്നോട്ട് പോയി സുരക്ഷ ഒരുക്കാനുള്ള രീതിയിൽ പോലീസ് സർവ്വ രീതിയിലും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ പുറകിലത്തെ ചില്ല് പൊട്ടി നിൽക്കുന്ന കാഴ്ച കാണാം, പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന കാഴ്ച കാണാം. അവിടെ ഉള്ളിൽ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉദ്യോഗസ്ഥരുടെ വാഹനം പോലീസ് സ്റ്റേഷനിൽ നിൽക്കും എന്നുള്ളതാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഉദ്യോഗസ്ഥർ നീങ്ങിയത്. ഉള്ളിൽ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കാർ ഉൾപ്പെടെ തകർക്കപ്പെടുന്ന സാഹചര്യം, ഇ ഡി ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊരു ചെറിയ കളിയല്ല, വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥരുടെ പരിശോധന 2 വീടുകളടക്കം 12 ഇടങ്ങളിലാണ് ഉദ്യോഗസ്ഥരുടെ
തെരച്ചിലുണ്ടായിരുന്നത്. രേഖകൾ ശേഖരിച്ചു എന്നുള്ള വിവരം കിട്ടുന്നു. പക്ഷേ പ്രവർത്തകരുടെ ഈ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയണം. ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുന്നിൽ അടിച്ച് ചില്ല് പൊട്ടിച്ച് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. വാഹനം മുന്നോട്ടെടുക്കാൻ പോലും കഴിഞ്ഞില്ല. പോലീസ് ഉദ്യോഗസ്ഥർ സർവ്വ രീതിയിലും ശ്രമിച്ചു, പക്ഷേ ഒരു തരത്തിലും വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ, ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വ്യക്തമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളിൽ പരിക്കുണ്ടാവും. ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചോ? കൂടുതൽ വിവരങ്ങൾ. സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി ഇ ഡി ഉദ്യോഗസ്ഥർ CRPFന്റെ സുരക്ഷാ അകമ്പടിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടായത്. ആദ്യം ഒരു വശത്തെ കൂടി നിൽക്കുകയെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിക്കൊണ്ട് പ്രതിഷേധക്കാർ വാഹനങ്ങൾക്കടുത്തേക്ക് ഇരമ്പി അടുത്തതോടെയാണ് പ്രതിഷേധം എല്ലാ സ്ത്രീകളും മറന്ന് വാഹനത്തിന് നേരെ ഒരു വാഹനം ചില്ലുകൾ തകർക്കുന്ന തരത്തിലേക്ക് വരെ നീണ്ടത്. തുടർന്ന് മുൻപിലും പിൻവശത്തും പോയ 2 വാഹനങ്ങളുടെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളെ ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പോലീസ് ഈ വാഹനം തകർത്തവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ ബേക്കറി ജംഗ്ഷനിൽ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പരിക്കേറ്റ ഇ ഡി ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ. ഒരുപക്ഷെ ഇങ്ങനെ സംയമനം പാലിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് അവർ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ചുമതല CRPFനാണ്. പക്ഷേ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ അവർ വളരെ സംയമനത്തോടെ ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും മറ്റ് ഒരു കരുത്തുള്ള വാഹനം അതിന് ഇടയിലൂടെ പുറത്തേക്ക് കടത്താനുള്ള നീക്കങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അതിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അവരെ ഇപ്പോൾ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് ശാരീരികമായി നേരിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോലീസും കടന്നേക്കും. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ശാരീരികമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് അതിൽ ഒരു സംയമനത്തിന്റെ ഒരു പാതയായിരിക്കില്ല സ്വീകരിക്കുന്നത്. അതിൽ കടുത്ത നടപടി അവർ ഉറപ്പുവരുത്തുമായിരിക്കും. അത്തരത്തിലേക്ക് നീക്കങ്ങൾ മാറുകയും ചെയ്യും. എന്തായാലും ജനറൽ ആശുപത്രിയിൽ അവരെ എത്തിച്ചിരിക്കുന്നുവെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അവസാനിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് നടപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.